നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ചേലക്കര നിയോജക മണ്ഡലം ദുരന്ത നിവാരണ അവലോകന യോഗം ചേർന്നു. ചേലക്കര MSN ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് ആലത്തൂർ ലോക്സഭ MP K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഭാവിയിൽ നമുക്ക് എടുക്കേണ്ട കാര്യങ്ങൾ എന്താണ് അതുകൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ ദുരന്തത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നു. നമ്മുടെ കേരളത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ദുരന്തങ്ങൾ അതിന് ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഓരോ പ്രദേശത്തും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല. അത് എല്ലാവരും തിരിച്ചറിയേണ്ടതാണ്. ഏതെങ്കിലും ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം പ്രകൃതി ദുരന്തങ്ങൾ ഇല്ലാതാകുന്നില്ല. അത് ഓരോ വർഷവും ചെല്ലുന്നതും കൂടി വരികയാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ നാം കാണുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്ക ദുരന്തം കഴിയുമ്പോഴേക്കും റോട്ടിൻ്റെ ആവശ്യപ്പെട്ടതാണ്. പാർലമെൻറ്റ് റോഡ് മൂലമുണ്ടായ പ്രശ്നപരിഹാരം കിട്ടണമെന്നാവശ്യപ്പെട്ട് അധികം ദിവസം കഴിയുന്നതിന് മുമ്പാണ് ബ്ലഡ് എഫക്റ്റഡായിട്ടുള്ള ആനുകൂല്യം കിട്ടണമെന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ വരൾച്ചയും വെള്ളപ്പൊക്കവും മാറി മാറി വരുന്ന ഒരു ദുരന്തമായിട്ട് നമ്മുടെ കേരളം കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നമുക്ക് നടത്തേണ്ടത്. അത് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ഇടപെടാൻ വേണ്ടിയാണ്. ആ ഗ്രാസ് റൂട്ടിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെന്താണ്? ഓരോ വ്യക്തികൾക്കും നമ്മുടെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് അത് മാറ്റണം. ഏതെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രം ദുരന്തത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയും ദുരന്തം കഴിയുമ്പോൾ അത് മറന്നുപോവുകയും ചെയ്യുന്ന സ്ഥിതി. ചടങ്ങിൽ തലപ്പള്ളി തഹസിൽദാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KM അഷ്റഫ്, KV നബീസ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V തങ്കമ്മ, മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്, വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത, ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ്, വളത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ എന്നിവർ പങ്കെടുത്തു. നമുക്ക് സാമാന്യം ശക്തമായ മഴ തന്നെ ലഭിച്ചിരുന്നു, ഒരു ആവശ്യമായ മഴ. പക്ഷെ അതിനുശേഷം ഏകദേശം 28-ാം തീയതി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മഴ കൂടുതലായി ഇവിടെ ലഭിച്ചത്. 29-ാം തീയതി രാവിലെ 8 മണി മുതൽ 30-ാം തീയതി രാവിലെ 8 മണി വരെ 338 മില്ലിമീറ്റർ മഴയാണ് വടക്കാഞ്ചേരി ഈ തലപ്പള്ളി താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് ലഭിച്ചത്. നമ്മുടെ ചൂരൽമല, മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിൽ ആ സമയത്ത് ലഭിച്ചത് 555 മില്ലിമീറ്ററാണ്. 55.8 സെൻറ്റിമീറ്റർ. നമുക്ക് 33.8 സെൻറ്റിമീറ്റർ മഴയാണ് ഈ 24 മണിക്കൂർ, അതായത് 29-ാം തീയതി രാവിലെ 8 മുതൽ 30-ാം തീയതി രാവിലെ 8 മണി വരെ കിട്ടിയ മഴ. അപ്പോൾ സാമാന്യ ശക്തമായ ഒരു മഴയാണ്. ആ ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ തലപ്പള്ളി താലൂക്കിനെയായിരുന്നു. നമ്മുടെ തലപ്പള്ളി താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളെയായിരുന്നു TV-യിലും ഇതൊരു കവറേജ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഉരുൾപൊട്ടലോട് ഇല്ലാത്ത, പക്ഷെ നമ്മുടെ ഈ പ്രശ്നം അറിഞ്ഞിരുന്നു. ഇത്രയും മഴ ലഭിച്ച കാര്യം അറിഞ്ഞു. നമുക്കറിയാം, എല്ലാവർക്കും ഈ ചാനലിൽ കഴിഞ്ഞ ദിവസം മാരാത്തോന്ന് അകമലയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ഒരു ചാനൽ അത് വളരെ പാനിക്കായിട്ട് ജനങ്ങളെ പാനിക്കാകുന്ന രീതിയിലൊരു വാർത്ത കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ പെയ്ത മഴ, അതായത് 1-ാം തീയതി മുതൽ 1-ാം തീയതി രാവിലെ 8 മുതൽ 2-ാം തീയതി രാവിലെ 8 മണി വരെ നമുക്ക് കിട്ടിയത് 14 മില്ലിമീറ്റർ മഴയാണ്. അപ്പം മഴ കുറഞ്ഞു. CCV ന്യൂസ്, ചേലക്കര.